കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അവൻ +2 പഠിക്കുകയാണ്. രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. 7 ആകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു. 8 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. വൈകുന്നേരം ട്യൂഷനെല്ലാം കഴിയുമ്പോഴത്തേക്ക് രാത്രി 8 മണിയാവും. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീഡിയോ കണ്ട് അതിൻ്റെ കുറേ ആൻസേഴ്സും എല്ലാം പാക്ക് ചെയ്ത് വേണം അടുത്ത ദിവസം പോകാനായിട്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് റെസ്റ്റില്ല, ശരിയായ രീതിയിൽ ആഹാരമില്ല, അതിന് ശരിയായ രീതിയിൽ ഉറക്കമില്ല, യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ഒരു മെഷീൻ പോലെ ഈ കുട്ടി വർക്ക് ചെയ്യുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പുതിയ സംവിധാനങ്ങളൊക്കെയാണ് ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ്ങും പിന്നെ ബോർഡ് പിന്നെ +2ൻ്റെ ബോർഡ് പരീക്ഷയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് പഠിപ്പിക്കുന്ന ചില സംവിധാനങ്ങൾ, സംഘടിതമായ ചില ട്യൂഷൻ സെൻറ്ററുകളും കോച്ചിങ് സെൻറ്ററുകളും എല്ലാം ചേർന്ന് ഒരുപാട് കുട്ടികളുടെ ജീവിതം അലങ്കോലപ്പെടുത്തുന്നുണ്ട്. ശരിയാണ്, ഒരു 10% കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും. അതിനൊക്കെ ഭയങ്കര എക്യുപ്ഡായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ഏത് സ്ട്രെസ്സും എടുക്കാൻ പറ്റുന്ന മെൻ്റൽ എബിലിറ്റിയുള്ള കുറച്ച് കുട്ടികൾ കാണും. പക്ഷേ ഒരു 90% കുട്ടികൾ ഇതിനകത്തൊക്കെ ബലിയാടുകളായി പോവുകയാണ്. ഇനി ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ആരോഗ്യമില്ലാതെ സന്തോഷമില്ലാതെ മരവിച്ച മനുഷ്യരായിട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് നാളെ ഒരു ആരോഗ്യപരമായ ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് 16, 17, 18 വയസ്സിലൊക്കെ അവർക്ക് വ്യായാമം വേണം, വിശ്രമം വേണം, ഉറക്കം വേണം, നല്ല ആഹാരം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സമയത്തുള്ള ആഹാരം വേണം, അവർക്ക് അത്യാവശ്യം കളികളൊക്കെ വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, തീർച്ചയായിട്ടും പഠിത്തം വേണം. പക്ഷെ പഠിക്കാൻ മാത്രമായിട്ടുള്ള ഒരു മെഷീനെ പോലെ നമ്മളൊരു മനുഷ്യനെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഒരു രോഗിയായി തീരാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്തിടയിലൊരു മെഡിക്കൽ കോളേജ് പ്രൊഫസർ എന്നോട് പറഞ്ഞതുപോലെ പിന്നെ ഫസ്റ്റ് ഇയർ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ തന്നെ നല്ലൊരു ശതമാനം രോഗികളാണ് വരുന്നത്. ഇവരെയാണ് ഞങ്ങൾ ഡോക്ടറാക്കേണ്ടത്. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്.